അടുത്ത 100 വർഷത്തെ പ്രവർത്തനം, അതിനുള്ള പദ്ധതിയും പ്ലാനിങ്ങുമായിരിക്കണം അടുത്ത 100 വർഷത്തേക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറയാനാണ് സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഫെബ്രുവരി മാസം 4-ാം തീയതി മുതലാണ് സമ്മേളനം ആരംഭിക്കുന്നത്. 100ാം വാർഷികം എന്ന് പറഞ്ഞാൽ ഇനി അതേമാതിരി ഉണ്ടാകുക 200ാം വാർഷികമാണ്. അന്ന് നമ്മളേതായാലും ഹയാത്തിലുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറ്റുമെങ്കിലും 100ാം വാർഷികത്തിന് പോകണം. 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയും പറ്റുമെങ്കിൽ അങ്ങനെ പോകണം. അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച സമ്മേളനം കഴിഞ്ഞ് പോരാൻ പറ്റുന്നവർ അങ്ങനെ പോകണം. അവസാനത്തെ ഞായറാഴ്ചത്തെ പൊതുസമ്മേളനത്തിന് പോവാതിരിക്കാൻ ഒരു വഴിയുമില്ല, പോയേ പറ്റുള്ളൂ. ഇനി തോനെ നിൽക്കാൻ വെച്ചെങ്കിൽ ആ ദ്വാക്കെങ്കിലും ഒന്ന് കൂടിയിട്ട്, അതിനും ആ മഗ്‌രിബ് ജമാഅത്ത്, ആ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ജമാഅത്ത്, അതൊന്നും ജീവിതത്തിൽ വേറെ കിട്ടലുണ്ടാവില്ല. അതിലൊന്ന് കൂടിയിട്ട് ആ ദ്വായിലെ റബ്ബനാത്തിനൊന്ന് കൂടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഒരു നിലക്ക് കയ്യെങ്കിലും ഒഴിവാക്കാതെ ഇപ്പൊ തന്നെ മഹലിലൊക്കെ വണ്ടികളൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവരും സമ്മേളനത്തിന് വേണ്ടി ഒരുങ്ങണം. നമ്മുടെ ഒരു പാരമ്പര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതൊരു വിഷയത്തിലും എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കലുണ്ട്. അത് നമ്മുടെ ഒരു രീതിയാണ്. പഴയ തലമുറക്ക് അങ്ങനെയാണ്. ഇപ്പൊ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഖ്ദൂം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ആൾക്കാർ വിചാരിക്കല് ഞമ്മക്ക് തിരിയായിട്ടും മഖ്ദൂമിന് തിരിഞ്ഞിട്ടോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ വിചാരിക്കുക ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിട്ടും ഞമ്മക്ക് മനസ്സിലാകായിട്ടുമാണ് തൽക്കാലം നമ്മൾ ഷാഫി ഇമാം പറഞ്ഞ മാതിരി ചെയ്യാന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ പുതിയ തലമുറയിൽ മാറ്റം വന്നിട്ടുണ്ട്. പുതിയ തലമുറ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് മൂപ്പർക്ക് കിട്ടായിട്ട് ഇക്കാരം എന്ന് ആലോചിക്കാൻ പറഞ്ഞേട്ടാ തോന്നും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസുകൾ ഹിഫ്ളുണ്ട്, ഇവന് 11 ലക്ഷം ഹദീസ് ഹിഫ്ളുണ്ട് എന്ന് തോന്നും പറഞ്ഞേട്ടാല്. അപ്പോ ആര് പറഞ്ഞു എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് പഴമക്കാരുടെ രീതി. എന്നാൽ പുതിയ രീതി മാറി. അതുകൊണ്ട് നമ്മൾ ആ പുതിയ രീതിയിലല്ല, നമ്മൾ ആ പഴയ രീതിയിലാണ്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞതെന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പൊ അന്നത്തെ നമ്മുടെ രീതി, ആ രീതിയുടെ അന്നത്തെ പേരാണ് സമസ്തക്കാരുടെ രീതി എന്ന് പറഞ്ഞത്. പിന്നെ അലി റളിയല്ലാഹുവിന്റെ കാലം വന്നു, പിന്നീട് താബികളുടെ കാലം വന്നു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകളുടെ ശിഷ്യൻ തന്നെയാണ് ആദ്യമായി വിശ്വാസപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നത്. അവരെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തന്റെ ദർസിൽ നിന്ന് പിരിച്ചുവിട്ടു. നമ്മളാരപ്പ ഹസനുൽ ബസരിന്റെ ഒപ്പാണ്. ആ അവസാനത്തെ സഹാബി മരണപ്പെടുന്നത് ഹിജ്റ 100-ലാണ്. സഹാബത്തിൽ നിന്ന് അവസാനത്തെ ആള് ഹിജ്റ 100-ലാണ് മരണപ്പെടുന്നത്. അതിനുശേഷമാണ് മദ്ഹബുകൾ വരുന്നത്. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സ്ഥിരപ്പെടുന്നത് മദ്ഹബാണ്. മദ്ഹബ് ഒരു നിലക്ക് പറഞ്ഞാല് ആയത്താണ്, ഹദീസാണ്, ഇജ്മാ ആണ്, ഖിയാസാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു താൻ പഠിച്ചിരുന്ന ഹദീസുകളെ വളരെ വിശദമായി ക്രോഡീകരിച്ചതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ ഒരു ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും നിയ്യത്ത് കൊണ്ടാണ് സഹിയാവുക എന്ന ഹദീസിനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വിശദമായിട്ട് എഴുതി. വിശദമായിട്ട് എഴുതുക എന്ന് പറഞ്ഞാല് നിസ്കാരത്തിന്റെ ഫർളുകൾ 14 1 നിയ്യത്ത്, ഈ ഹദീസാണത്. വുദൂഇന്റെ ഫർളുകൾ 6 1 നിയ്യത്ത്, ഈ ഹദീസാണത്. കുളിയുടെ ഫർള് 2 1 നിയ്യത്ത്, അത് ഈ ഹദീസാണ്. നോമ്പിന്റെ ഫർളുകൾ 2 1 നിയ്യത്ത്, ഈ ഹദീസാണ്. ഇങ്ങനെ ഈ ഹദീസ് എവിടേക്കെല്ലാം ബാധകമാണോ അവിടേക്കൊക്കെ എഴുതിയതാണ് യഥാർത്ഥത്തിൽ ഫിഖ് എന്ന് പറഞ്ഞത്. അപ്പൊ ഫിഖ് ഹദീസ് തന്നെയാണ്, ഫിഖ് ആയത്ത് തന്നെയാണ്. ഫിഖിൽ അതിന് പുറമെ ഇജ്മാ എന്ന താരീഖും ഖിയാസും ചേർത്തിട്ടുണ്ട്. എല്ലാം ചേർത്തുകൊണ്ടുള്ള വിശദമായ ക്രോഡീകരണം. അപ്പൊ ഒരു നിലക്ക് പറഞ്ഞാൽ നമ്മളെ വിശ്വാസാണ് ഫിഖ് എന്ന് പറഞ്ഞത്. ഫിഖ്ഹിനെ വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിനെ വിശ്വസിക്കൂല എന്നാണ്. അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിശ്വസിക്കൂല എന്നാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ വിശ്വസിക്കൂല എന്നാണ്. നമ്മളും ബിദ്അത്തുകാരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സഹീഹുൽ ബുഖാരിയെ മുബ്തദിഈങ്ങൾ അംഗീകരിക്കും, ഇമാം ബുഖാരി അംഗീകരിക്കൂല. നമ്മൾ സഹീഹുൽ ബുഖാരിയെയും അംഗീകരിക്കും, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെയും അംഗീകരിക്കും. മുബ്തദിഈകൾ സഹീഹ് മുസ്ലിമിനെ അംഗീകരിക്കും, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കൂല. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തുകാര് ഗസാലി ഇമാമിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിരുന്നു.
ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, രചനകൾ എന്നിവയെല്ലാം അംഗീകരിക്കും. അതേ സമയത്ത് ഇമാം ഗസാലി അംഗീകരിക്കൂല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാൻ തയ്യാറായാല് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വലിയാണ്, സൂഫിയാണ്, മഹാനവറുകളുടെ രീതി അംഗീകരിക്കേണ്ടി വരും. അതിന് തയ്യാറാവില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ പറയുന്നുണ്ട്, ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണു കാണാത്ത ആളായിരുന്നു എന്ന്. തന്റെ ഉമ്മ ദുആ ചെയ്ത് ഒരു ദിവസം രാത്രി മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉറക്കത്തിൽ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് മഹാമഹദിയായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ അടുക്കൽ ഉറക്കത്തിൽ വന്നപ്പോൾ തന്റെ മകന്റെ കാഴ്ചക്കുറവിനെ കുറിച്ച് പരാതി പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നാളെ നേരം പുലർക്കുമ്പോഴേക്ക് നിങ്ങളുടെ മകന് കാഴ്ചയുണ്ടാകും. പിറ്റേന്ന് നേരം പുലർന്നപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് കാഴ്ചയുണ്ടായിരുന്നു എന്നും ആ കാഴ്ച ഉപയോഗിച്ച് 4000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇമാം ബുഖാരി ഇൽമു പഠിച്ചു എന്നുമാണ് ഈ താരീഖ് മുബ്തദികൾ വിശ്വസിക്കൂല. ഇമാം ബുഖാരിയുടെ സഹീഹിനെ വിശ്വസിക്കുള്ളൂ. നമ്മൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിനെയും വിശ്വസിക്കും, മഹാനായ സയ്യിദുനാ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെയും അംഗീകരിക്കും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിന്റെ രചന പൂർത്തിയാകുന്നത് ദുൽഹിജ്ജ മാസത്തിലായിരുന്നു. ആ രചന പൂർത്തിയായതിനു ശേഷം സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മദീനയിലെ റൗള ശരീഫിന്റെ അടുക്കൽ വന്ന് നബി തങ്ങൾ റൗളയിൽ നിന്ന് സമ്മതം നൽകിയതിനു ശേഷം ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് സലാം പറഞ്ഞ് റൗളയിലേക്ക് കയറിക്കൊണ്ട് പ്രകാശനം ചെയ്യണമെന്ന് തീരുമാനിച്ച് റൗളന്റെ പുറത്ത് സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് കാത്തുനിന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇശാറത്തുകളൊന്നും റൗളയിൽ നിന്ന് കിട്ടിയില്ല. ഇശാറത്ത് ലഭിച്ചെങ്കിൽ മാത്രമേ സഹീഹുൽ ബുഖാരി പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന തീരുമാനത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. അവസാനം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റൗളയിലേക്ക് കയറാനുള്ള ഇശാറത്ത് ലഭിച്ചപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബാബുസ്സലാമിലൂടെ സലാം പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ അടുക്കിലേക്ക് കയറി ചെന്നതാണ് സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനം. അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കാത്തുനിന്ന സ്ഥലത്ത് പിൽക്കാലത്ത് ഒരു പള്ളി നിർമ്മിച്ചു. റൗള ശരീഫിന്റെ പുറത്തുള്ള മസ്ജിദുൽ ബുഖാരി എന്ന പേരിൽ പ്രസിദ്ധമായ പള്ളിയാണത്. സഹീഹുൽ ബുഖാരിയെ മുബ്തദികൾ അംഗീകരിക്കും, ഇമാം ബുഖാരി കാത്തുന്ന താരീഖ് അംഗീകരിക്കൂല. അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടാവുള്ളൂ. ഇതാണ് വ്യത്യാസം. നമ്മളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണത്. അപ്പൊ നമ്മൾ പൂർവികന്മാരായ ചില ആളുകളെ, മശായിഖന്മാരെ, സൂഫികളെ, ഔലിയാക്കളെ, ആലിമീങ്ങളെ അംഗീകരിച്ചു വരുന്നതാണ് നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ഈ അംഗീകാരമാണ് നമ്മളെ ഈ തരത്തിൽ നിലനിർത്തിയിട്ടുള്ളത്. ഖുർആൻ ഖുർആനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ മുൻഗാമികളെ വിശ്വസിക്കണം, അല്ലാതെ അങ്ങനെ വിശ്വാസമാകുക. നമുക്ക് നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസാഫ് തന്നിട്ടൊന്നുമില്ലല്ലോ. കൈമാറി തന്നതാണത്, ഓതി തന്നതാണത്. അലിഫ് ലാം മീം എന്ന് അലിഫ് ലാം മീം തന്നെയാണ് ഓതേണ്ടത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. അത് അലിഫ് ലാം മീം തന്നെയാണ് ഓതേണ്ടത് എന്ന് മൊല്ലാക്ക പറഞ്ഞതാ. മൊല്ലാക്കാനോട് മൊല്ലാക്കാന്റെ മൊല്ലാക്ക പറഞ്ഞതാ, അതിനോട് അതിന്റെ പേരത്തെ മൊല്ലാക്ക പറഞ്ഞതാ. അവരെ വിശ്വസിച്ചില്ലെങ്കിൽ അത് അലിഫ് ലാം മീം ഓതാൻ പറ്റൂല. അലമാന്ന് ഓതിയപ്പോ എന്താ കുഴപ്പം തോന്നും. പ്രശ്നം തന്നെയാണ്. പെട്ടെന്ന് ഒന്നിച്ച് പ്രശ്നം ഉണ്ടാവില്ല. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ബിദ്അത്ത് എന്തായാലും അവസാനം യുക്തിവാദത്തിലേക്കാണ് പോവുക. ഇസ്ലാമിനകത്തെ യുക്തിവാദമാണ് യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. യുക്തി അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ല, യുക്തി ഉണ്ടാകുന്നതിനും വിരോധമല്ല, യുക്തി മനസ്സിലാവണം നിർബന്ധമല്ല. ഒരു വിഷയം ഇസ്ലാം ഒരു കാര്യം പറഞ്ഞാല് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ഉദാഹരണം, എന്തിനാ നിസ്കരിക്കണേന്ന് ആലോചിക്കണേന് കുഴപ്പമില്ല. നിസ്കരിച്ചാൽ ആരോഗ്യം ഉണ്ടാവുന്ന ഒരാൾക്ക് മനസ്സിലാകണേനും കുഴപ്പമില്ല. ആരോഗ്യം ഉണ്ടായില്ലെങ്കിലും നിസ്കരിച്ചേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന യുക്തി. അങ്ങനെ തന്നെ ഇക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഒക്കെ ഇസ്ലാമിനകത്തെ യുക്തികളെ കുറിച്ച് ധാരാളം അന്വേഷിച്ചിട്ടുണ്ട്. അതിന് ഹിക്മത്ത് എന്ന് പറയും. ഹിക്മത്തുകളെ അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ല, ഹിക്മത്ത് കണ്ടെത്തുന്നതിനും
വിരോധമല്ല. ഹിക്മത്ത് ഉണ്ടാവണമെന്ന് വാശി വേണ്ട, ഹിക്മത്ത് മനസ്സിലാകണമെന്ന് വാശി വേണ്ട. മുത്തുനബി പറഞ്ഞില്ലേ എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടിസ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ അതിൽ യുക്തിക്കൊരു സ്ഥാനമില്ല എന്നാണ്. മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു മാസികയിൽ പണ്ട് ഒരു ചോദ്യം വന്നിരുന്നു. പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിലുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ് ചോദ്യം. ഉത്തരം: പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ശരിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനുഷിക കാഴ്ചപ്പാടിനോട് അത് യോജിച്ചതാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന ആ പക്ഷയുണ്ട്. ആ പക്ഷയാണ് നമ്മളെയും ബിദ്അത്തുകാരെയും വേർതിരിക്കുന്നത്. നമുക്ക് നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ പക്ഷം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും സമാധാനമുണ്ട്. അത് സഹിയായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. പറഞ്ഞത് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സഹിയായ പരമ്പരയിലൂടെ അത് സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നത്തെ പക്ഷേ നമ്മളിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിന് അകത്തെ യുക്തിവാദം. അത് വലുതായാൽ പിന്നെ യുക്തിവാദത്തിലേക്ക്, പിന്നീട് നിരീശ്വരവാദത്തിലേക്ക് അങ്ങനെ പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വഴി തെറ്റിയാൽ മടക്കുണ്ടാവില്ല. ബിദ്അത്തിലേക്ക് പോയ ഒരാൾ മടങ്ങി വരൂല. ആരുമില്ല എന്നല്ല, മിക്കവാറും ഉണ്ടാവില്ല. യുക്തിവാദത്തിലേക്ക് പോയ ഒരാൾ മടങ്ങി വരൂല. അതേസമയത്ത് ഇസ്ലാമല്ലാത്ത, മുസ്ലിം അല്ലാത്ത ഒരാൾ ഇസ്ലാമിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പോയാൽ മടങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ബിദ്അത്തിനെ പ്രതിരോധിക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1500 കൊല്ലം മുതൽ നമ്മൾ തുടർന്നു വരുന്ന ആശയം, ആദർശം, വിശ്വാസം, കർമ്മം, ആചാരം തുടങ്ങിയ കാര്യങ്ങളെ അതേ തരത്തിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോവുക എന്നത് ദീനുൽ ഇസ്ലാം നിലനിൽക്കാൻ ആവശ്യമാണ്. എവിടെല്ലാം ദീനുൽ ഇസ്ലാം ശരിയായ രൂപത്തിൽ നിലനിന്നിട്ടുണ്ടോ അത് പരിശുദ്ധമായ ഈ ഒരു വഴിയെ ആളുകൾ സംരക്ഷിച്ചു പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ബിദ്അത്തിന്റെ വരവുണ്ടായത് 926കളിലാണ്, 920കൾക്ക് ശേഷമാണ്. ആ സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലവിൽ വന്നു. 950 ശേഷമാണ് മദ്രസ ഉണ്ടായിട്ടുള്ളത്. രൂപീകരിച്ചതിന് ശേഷം 25 കൊല്ലം ഉണ്ടായ പരിപാടി സമ്മേളനങ്ങളാണ്. ഓരോ വർഷവും സമ്മേളനങ്ങൾ ഉണ്ടാവും. ആ സമ്മേളനത്തിൽ മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെയും ആദർശ അനുഷ്ഠാന ആചാരങ്ങളെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ബോധവൽക്കരണം നടത്തും. അതുകൊണ്ട് ഇസ്ലാമിന്റെ തനതായ രീതി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ആദ്യത്തെ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ രൂപീകരിക്കപ്പെട്ടു. കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഫിഖ് 4 മദ്ഹബുകൾ വന്നു. അതിനുശേഷം പിന്നീട് തസവൂഫിന്റെ ആളുകൾ വന്നു, ത്വരീഖത്തുകൾ വന്നു, വിശ്വാസപരമായ കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടു. അങ്ങനെ ഓരോ കാലങ്ങളിലും 1400 കൊല്ലം ആ കാലഘട്ടത്തിൽ വരുന്ന വിശ്വാസത്തിനും ആചാര അനുഷ്ഠാനങ്ങൾക്കുമെതിരെയുള്ള വെല്ലുവിളികൾക്കെതിരെ അന്നത്തെ ഉലമാക്കൾ, ഇമാമുമാർ നിലകൊണ്ടു. ഒരു കാലഘട്ടത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ ഖൽഖാണ് എന്ന് വാദിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന്, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്നുള്ള വിശ്വാസത്തിൽ എല്ലാ അഹ്ലു സുന്ന ഉള്ളത്. ഖുർആൻ അല്ലാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്ന കലാമാണെന്നും അല്ലാഹു എന്നുണ്ടോ അന്നുണ്ട് എന്നും. സൃഷ്ടിയാണെന്ന് പറഞ്ഞാലുള്ള വിഷയം എന്താ വെച്ചാൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന് കലാമില്ല എന്ന് വരും. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അത് അള്ളാഹുവിന്റെ ഒരു ഹൽക്കാണെന്ന് ഒരാൾ പറഞ്ഞാൽ ആ ഹൽക്കുണ്ടാകുന്നതിന് മുമ്പ് ആ കലാം ഉണ്ടായില്ല എന്ന് വരും. അള്ളാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണെന്നും അത് അവന്റെ ഹൽക്കല്ല എന്നുമാണ് നമ്മുടെ വിശ്വാസം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. മഹാനായ സയ്യിദ്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖുർആൻ ഖൽഖാണ് എന്ന് വാദിച്ചിരുന്ന അക്കാലഘട്ടത്തിൽ ഖുർആൻ ഖൽഖാണെന്ന് വാദിച്ചിരുന്ന ആളുകൾക്കാണ് ഭരണം ഉണ്ടായിരുന്നത്. അവരായിരുന്നു ഭരണകർത്താക്കന്മാർ. അതുകൊണ്ട് തന്നെ പോലീസും സംവിധാനങ്ങളും പട്ടാളങ്ങളും ഒക്കെ ഖുർആൻ ഖൽഖാണെന്ന് വാദിക്കുന്നവർക്കാണ്. അതിനെതിരിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു. തന്റെ ശിഷ്യന്മാരെ മഹാനവറുകളെ അറിയിച്ചു,
അറിയിച്ചു, നിങ്ങളെ പിടിക്കാൻ വേണ്ടി പോലീസ് വരുന്നുണ്ട്, അതുകൊണ്ട് എവിടെയെങ്കിലും ഒളിച്ചിക്കണം എന്ന് പറഞ്ഞു. സയ്യിദ്നാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. 3 ദിവസം ആ ഗുഹയിൽ നിന്നിട്ട് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു, ഇപ്പോഴും ആൾക്കാർ നിങ്ങളെ പോലീസുകാർ നിങ്ങളെ പിടിക്കാൻ നടക്കുന്നുണ്ടല്ലോ, എന്തേ പുറത്തിറങ്ങിയെന്ന് ചോദിച്ചോ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസമേ ഗുഹയിൽ ഇരുന്നിട്ടുള്ളൂ, അതിലപ്പുറം ഇരിക്കൽ ഇത്തിബാ അല്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറങ്ങി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടച്ചു. ചാട്ടവാറ് കൊണ്ട് 1000 അടി കിട്ടി. മഹാനവറുകൾ തളർന്നു വീണു, രക്തം ഛർദ്ദിച്ചു എന്നെല്ലാം ഉണ്ട്. അപ്പൊ അക്കാലത്ത് തന്നെ ആദർശത്തിന് വേണ്ടി, ആശയത്തിന് വേണ്ടി, വിശ്വാസങ്ങൾക്ക് വേണ്ടിയുള്ള പടയോട്ടങ്ങൾ നമ്മുടെ മുൻഗാമികൾ നടത്തിയിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ തനതായ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തെ സംരക്ഷിക്കണം. ഈമാൻ സംരക്ഷിക്കപ്പെടാതെ വേറെ എന്തിട്ടായിട്ടും കാര്യമില്ല. ഒന്നുമില്ലെങ്കിലും ഈമാന്റെ കഴിച്ചിലാവും ചെയ്യും. അങ്ങനെയാണ്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിക്കുന്നത് ഈമാനിലാണ്. വേറെ എന്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈമാൻ ഉണ്ടാകുകയാണ് വേണ്ടത്. ചിലപ്പോൾ ഉണ്ടാക്കിയെടുത്തോളൊക്കെ പോയാലും ഈമാൻ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈമാൻ നിലനിൽക്കുക എന്നുള്ളതാണ്. ഈമാൻ അസ്ലാണ്, അമലു സ്വാലിഹാത്ത് ഫർആൻ. ഫറയില്ലാത്ത അസ്ല് കൊണ്ട് കാര്യം ഉണ്ടാവും, അതേസമയത്ത് അസ്ലില്ലാത്ത ഫറ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശം 15 നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതാണ്. അതിന്റെ സംഘടനാ സംവിധാനത്തിന് 100 വർഷമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. രണ്ടും ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. സംഘടനാ സംവിധാനത്തെയും ഉൾക്കൊള്ളണം, അതിന്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളേണ്ടതുണ്ട്. പാരമ്പര്യമായി തുടർന്നു വരുന്ന ഒരു രീതിയാണത്. അതിലെ ചില അംഗീകാരങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞത് തഅലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നതാണ്. ഏത് കാര്യം അങ്ങനെയാണ്. അള്ളാഹു ബഹുമാനിച്ചതിന് വലിയ ബഹുമാനം, അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കൾ, അള്ളാഹു ബഹുമാനിച്ച ആളുകൾ തുടങ്ങിയ എല്ലാറ്റിനും വലിയ ബഹുമാനം കൊടുക്കും, ആദരവ് നൽകും എന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഈ ആദരവിനെ ചില ആളുകളെ ഇബാദത്തായി മനസ്സിലാക്കി. അവിടെയാണ് അബദ്ധം പറ്റിയത്. ആദരവ് തന്നെയാണ്, ഇബാദത്ത് ഇബാദത്തുമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. അങ്ങനെ തൗഹീദിനെ വിശദീകരിച്ചു. തൗഹീദ് ആദ്യമായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തിരുസുന്നത്തും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ച തൗഹീദ് 2 എണ്ണം ഉണ്ടെന്ന് ആദ്യമായി ഇബ്നു തൈമിയ്യ പരസ്യമായി വാദിച്ചു. തൗഹീദ് 2 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. അതിനു മുമ്പും ആ അഭിപ്രായക്കാരുണ്ടായിട്ടുണ്ടെങ്കിലും പരസ്യമല്ല. ഇബ്നു തൈമിയ്യ ആദ്യമായി തൗഹീദ് 2 എണ്ണം ഉണ്ട് എന്ന് വാദിച്ചു. ഒന്ന് തൗഹീദ് ഉലൂഹിയ്യത്ത്, മറ്റൊന്ന് തൗഹീദ് റുബൂബിയ്യത്ത്. ഈ വിഷയമൊന്നും അങ്ങനെ എല്ലാവർക്കും മനസ്സിലാകണമല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഒരു കാര്യം പറയുമ്പോൾ താമായിട്ട് പറയണല്ലോ. തൗഹീദ് ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇലാഹ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കലും, തൗഹീദ് റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ റബ്ബ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കലും. സംഗതി രണ്ടും ഒന്നാണ്. പക്ഷെ ഇബ്നു തൈമിയ്യ അത് 2 എണ്ണമാണ് എന്ന് പറഞ്ഞു. എന്തിന്? കുറച്ചാൾക്കാർ റുബൂബിയ്യത്തിൽ മാത്രമേ വിശ്വസിക്കണുള്ളൂ, ഉലൂഹിയ്യത്തിൽ വിശ്വസിക്കണില്ല, അതുകൊണ്ട് ഓല് കാഫിറാണെന്ന് പറയണം. വേറെ കുറച്ച് ആൾക്കാർ ഉലൂഹിയ്യത്തിലെ വിശ്വസിക്കണുള്ളൂ, റുബൂബിയ്യത്തിൽ വിശ്വസിക്കണില്ല, അതുകൊണ്ട് ഓല് കാഫിറാണെന്ന് പറയണം. കുറച്ച് ആൾക്കാർ കാഫിറാണെന്ന് പറയാത്തതിലുള്ള സമാധാനക്കുറവുകൊണ്ട് പറയാനുള്ള ഒരു വഴി കിട്ടിയത് തൗഹീദ് 2 എണ്ണം ഉണ്ട് എന്ന് പറയലാണ്. അങ്ങനെ പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ തൗഹീദ് 3 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ കുറച്ച് ആൾക്കാരും കൂടി ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താക്കാണ്ടായിരുന്നു. അതിനൊരു വഴി കണ്ടത് തൗഹീദ് 3 എണ്ണം ഉണ്ട് എന്ന് പറയലാണ്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അസ്മാ സിഫാത്തിന്റെ സത്യത്തിൽ തൗഹീദ് ഒന്നേ ഉള്ളൂ. മുത്തുനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനും തിരുവചനങ്ങളും പഠിപ്പിച്ചത്. അത് നമ്മൾ തുടർന്ന് വരുന്ന സംഗതിയാണ്. എല്ലാ കാര്യങ്ങളും ശിർക്കാണെന്ന് വാദിച്ചു. മൗലൂദ് ഓതൽ ശിർക്കാണ്. ഇപ്പൊ അത്ര തന്നെ കേൾക്കലില്ല. പഴയ ആൾക്കാരൊക്കെ എന്ത് കാര്യമാണ് കയ്യട്ടല്, നമ്മള് സാധാരണ മുട്ടിന്റെയും ബുക്കളിന്റെ ഇടയിലാണ് കയ്യട്ട, അത് ശിർക്കാണ്. കുനൂത്തോതിൽ ശിർക്കാണ്. ശിർക്കില് താഴെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ കാലം നമ്മൾ വയത് പറഞ്ഞ് എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ അള്ളാഹുവിൽ മറ്റൊരാളെ പങ്കു ചേർക്കലാണ്. കയ്യട്ടിനോടത്തപ്പോ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അത് എല്ലാതും ശിർക്ക് എന്ന് പറയലോ ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ച്. എന്നാലും കുറെയൊക്കെ അങ്ങനെ തന്നെ പറയും. ശിർക്ക് എന്ന് പറഞ്ഞ സാധനം അള്ളാഹുവിൽ ഒരു സംഗതി, അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മറ്റൊരു പങ്കുകാരനുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. കർമ്മത്തിലൂടെ കുഫ്ർ വരും, റിദ്ദത്ത് വരും, ഒക്കെ വരും. ശിർക്ക് വിശ്വാസത്തിൽ വരുന്നതാണ്.
അങ്ങനെ അഹ്ലുസുന്നയുടെ ആളുകൾ കുറെ പറഞ്ഞപ്പോൾ എല്ലാതും ശിർക്കാണ് എന്ന് പറഞ്ഞ് രേഷം ബാക്കിക്ക് പോന്നു. ഇപ്പൊ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൗഹീദ് എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അത് ആളുകളിൽ പ്രബോധനം ചെയ്യുക, അത് ആളുകളിൽ പ്രചരിപ്പിക്കുക എന്നതാണ് സമസ്തയുടെ ദൗത്യം. പറഞ്ഞേട്ടാ തോന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശിർക്കിന്റെ പ്രചാരകരാണ്, കുഫറിന്റെ പ്രചാരകരാണ് എന്ന് തോന്നും. സത്യത്തിൽ യഥാർത്ഥ തൗഹീദിനെയും യഥാർത്ഥ ശിർക്കിനെയും യഥാർത്ഥ കുഫറിനെയും പഠിപ്പിക്കുക എന്നത് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനമാണ്. മുഹറം മാസമായാൽ നമ്മളൊക്കെ നാട്ടില് മദ്രസയിലും ഒക്കെ ഉള്ള ഉസ്താദുമാര് കുട്ടികൾക്ക് നബിദിന പരിപാടികളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങും. പാട്ടും പ്രസംഗവും പരിപാടിയൊക്കെ റബീഉൽ അവ്വൽ 12 ഒരുക്കും. അതേ മുഹറം മാസമായാൽ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന മുബ്തദികളുടെ പ്രഭാഷണം ആരംഭിക്കും. നബി തങ്ങൾ വലുതാകുന്നത് കണ്ണിന്റെ നേരെ കണ്ടൂടാന്നുള്ളതാണ് ഓല പ്രശ്നം. ഞമ്മക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അടിയുന്നൊരു തരിപ്പ് ഇങ്ങനെ കയറും എന്നുള്ളതാണ് നമ്മളെ പ്രത്യേകതയും. ഈ പ്രത്യേകത പാരമ്പര്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ നിലനിർത്തി പോന്നിട്ടുള്ള പ്രത്യേകതയാണ്. അത് നിലനിർത്താൻ കഴിഞ്ഞാലേ അടുത്ത തലമുറക്ക് തനതായ ഇസ്ലാമിനെ കൈമാറാൻ നമുക്ക് പറ്റുള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യം കുറഞ്ഞാൽ ഈമാൻ കളങ്കപ്പെടുന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താന്ന് പരിശോധിച്ചാൽ എല്ലാ റമദാൻ മാസത്തിലും ഉംറക്ക് പോയിരുന്നു എന്നല്ല, മുത്തുനബിയോട് അടങ്ങാത്ത താല്പര്യത്തിൽ ഉലമ ചെയ്യുന്നത്. 1500 കൊല്ലമായി തുടർന്നു വരുന്ന ഇസ്ലാമിന്റെ നേർരൂപം അതാണ്. അതിന്റെ സംഘടനാ സംവിധാനം രൂപപ്പെട്ടു വന്നിട്ട് 100 വർഷമായി. അതുകൊണ്ട് സംശുലമായ റഹിമയുടെ പ്രഭാഷണത്തിലൊക്കെ എപ്പോഴും ഉണ്ടാവും ഇസ്ലാമിന്റെ നേർരൂപമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേർരൂപമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് 2 ഹൈസിയത്താണുള്ളത്. ഒന്നതിന്റെ സംഘടനാ ഭാഗം, രണ്ടാമത്തേത് അതിന്റെ ആദർശ അനുഷ്ഠാന വിശ്വാസ ആചാരങ്ങളുടെ ഭാഗം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, രീതികൾ എന്നിവയാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ താബിയുകൾ മുതൽ തബഉ താബിയുകൾ, സ്വഹാബത്ത് മുതൽ ഔലിയാക്കൾ മുതൽ നല്ല മനുഷ്യന്മാർ വഴിയായി കൈമാറി വരുന്നതാണ്. നമുക്ക് നമ്മളെ വഴിയിൽ ഇങ്ങനെ എണ്ണിയാൽ കുറേ നല്ല മനുഷ്യന്മാരെ എണ്ണാൻ പറ്റും. മുഹ്യിദ്ദീൻ ഷെയ്ഖ് ആരാളാ? നമ്മളാള്. റിഫായിൻ ഷെയ്ഖ് ആരാളാ? നമ്മളാള്. അഹമ്മദ് അൽ വദീ ആരാളാ? നമ്മളാള്. മമ്പർത്ത തങ്ങൾ ആരതാ? നമ്മളത്. മടവൂര് ആരതാ? നമ്മളത്. വെളിയങ്കോട് ഉമർക്കാദി ആരതാ? നമ്മളാള്. വിദേഹത്തുകാർക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുസ്മരണ പരിപാടി വഹാബികൾ നടത്തലില്ല. ജമാഅത്തുകാർ അബുൽ കലാം മൗദൂദിയുടെ കൊല്ലം തികയുമ്പോൾ ഒരു അനുസ്മരണ പരിപാടി നടത്തലില്ല. എന്തേ? അത് നടത്താൻ മാത്രമല്ല എന്ന് ഓൽക്കന്നെ അറിയാം. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് നമ്മളെ ആൾക്കാരെ പറ്റിയിട്ട് ധാരാളം ഒരാളെ നമ്മളടുത്ത് വന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു, ദ്വാക്കി ജാപത്തുള്ള ഒരാളടുത്ത് പോകായിരുന്നു എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട്, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല. ഒരു വഹാബിയുടെ അടുത്ത് എന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു, എന്താ ഇപ്പൊ കാട്ടെന്ന് ചോദിച്ചാൽ ജനം ദ്വാരനോട് പറയേണ്ടി വരും, അല്ലാതെ വേർക്കും പോകാൻ പറയണ്ടാവില്ല. അതന്നെയാണ് വ്യത്യാസം എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടർന്നു വരുന്ന മഹത്തുക്കളുടെ ഒരു രീതിയുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മളെ വരും തലമുറയെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് സുന്നത്തി ജമാഅത്തിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന ഭാവി തലമുറ ഉണ്ടായിത്തീരുക. അതിനുവേണ്ടിയായിരിക്കണം അടുത്ത 100 വർഷത്തെ പ്രവർത്തനം, അതിനുള്ള പദ്ധതിയും പ്ലാനിങ്ങുമായിരിക്കണം അടുത്ത 100 വർഷത്തേക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറയാനാണ് സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഫെബ്രുവരി മാസം 4-ാം തീയതി മുതലാണ് സമ്മേളനം ആരംഭിക്കുന്നത്. 100ാം വാർഷികം എന്ന് പറഞ്ഞാൽ ഇനി അതേമാതിരി ഉണ്ടാകുക 200ാം വാർഷികമാണ്. അന്ന് നമ്മളേതായാലും ഹയാത്തിലുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറ്റുമെങ്കിലും 100ാം വാർഷികത്തിന് പോകണം. 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയും പറ്റുമെങ്കിൽ അങ്ങനെ പോകണം. അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച സമ്മേളനം കഴിഞ്ഞ് പോരാൻ പറ്റുന്നവർ അങ്ങനെ പോകണം.
അവസാനത്തെ ഞായറാഴ്ചത്തെ പൊതുസമ്മേളനത്തിന് പോവാതിരിക്കാൻ ഒരു വഴിയുമില്ല, പോയേ പറ്റുള്ളൂ. ഇനി തോനെ നിൽക്കാൻ വെച്ചെങ്കിൽ ആ ദ്വാക്കെങ്കിലും ഒന്ന് കൂടിയിട്ട് അതിനും ആ മഗ്‌രിബ് ജമാഅത്ത് ആ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ജമാഅത്ത് അതൊന്നും ജീവിതത്തിൽ വേറെ കിട്ടലുണ്ടാവില്ല. അതിലൊന്ന് കൂടിയിട്ട് ആ ദ്വായിലെ റബ്ബനാത്തിനയിലൊന്ന് കൂടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഒരു നിലക്ക് കയ്യെങ്കിലും ഒഴിവാക്കാതെ ഇപ്പൊ തന്നെ മഹലിലൊക്കെ വണ്ടികളൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവരും സമ്മേളനത്തിന് വേണ്ടി ഒരുങ്ങണം. സമ്മേളനത്തിന്റെ പ്രചരണം എല്ലാവരും ഏറ്റെടുക്കണം എന്നൊക്കെയാണ് ഈ പ്രചരണ സമ്മേളനത്തിന്റെ ഭാഗമായി പറയാനുള്ളത്. ജാമിയ സഞ്ചരിയ ഇസ്ലാമിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മളെ നാട്ടിലാണ്, എല്ലാവരുടെയും സഹായവും സഹകരണവും അതിനുണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട കബീർ ബാക്കി ഉസ്താദിന്റെ പ്രഭാഷണ പരിപാടിയുണ്ട്, ഉദ്ഘാടനവും മറ്റനുബന്ധ പരിപാടികളൊക്കെ ഉണ്ട്. അതിലെല്ലാവരും വളരെ സജീവമായി പങ്കെടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് വലിയ കൂലി നൽകട്ടെ.